വെൽക്കം ടു നമ്മുടെ ചാനൽ. അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു ഞായറാഴ്ചയാണ് കേട്ടോ. അപ്പോൾ പൊന്നൂന് ഇന്ന് 2 വർക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പൊന്നു രാവിലെ നേരത്തെ എണിച്ചു പോയി. രാവിലെ അല്ല, രാത്രി ഒരു മണിയാകുമ്പോൾ പോയതാട്ടോ. പൊന്നും കാർത്തും കുഞ്ഞനും ഷേബിയും കൂടി പോയി. ഞങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് ഞായറാഴ്ച. ഇന്ന് നമ്മുടെ നാട്ടിൽ 2 കല്യാണമുണ്ട്. അപ്പോൾ 2 കല്യാണത്തിന് പോകാണ്ടിരിക്കാൻ പറ്റില്ല നമുക്ക്. അന്ന് തന്നെ എൻ്റെ കൂട്ടുകാരൻ്റെ മോൻ്റെ കല്യാണമാണ്. പിന്നെ ഒന്ന് നമുക്ക് നമ്മുടെ തൊട്ടടുത്ത് വേണ്ടപ്പെട്ടവരുടെ കല്യാണം തന്നെയാണ് കേട്ടോ. അപ്പോൾ കല്യാണത്തിന് വളമൊരുക്കങ്ങളാണ്. രാവിലെ കഴിച്ച് ഞാൻ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കിയൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ മാത്രമല്ലല്ലോ, വേറെ ആരുമില്ല. പിന്നെ ഇന്നലെ ഉണ്ടാക്കിയ ചപ്പാത്തിയുടെ ബാലൻസ് ചപ്പാത്തി ഉണ്ടായിരുന്നു. അപ്പോൾ ചപ്പാത്തി പപ്പടോടെയും കട്ടൻ ചായയും കൂടി ഞാൻ തന്നെ കഴിച്ചു. കുണിക്കും ഓരോ പുളിസയും കുറച്ച് അരി മാഗി ഇപ്പി ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. അപ്പോൾ അവരുടെ കഴിക്കലും കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇത് 2 ജലദോഷം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ചുമയൊക്കെ. അപ്പോൾ തല കുളിപ്പിച്ചിട്ടില്ല, മേല് കുളിപ്പിച്ച് 2 കൊണ്ട് ഇരുത്തിയിട്ടുണ്ട് അവിടെ. ഒരെണ്ണം ടൗസറില്ലാത്ത ഹാളിൽ പോയിട്ട് അതിനായിട്ട് കുളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പോയാലോ കുളിക്കുക? എന്തിന് മേക്കപ്പിയാം എട്ടഞ്ഞിരിക്കുക. ഭയങ്കര കുറുമ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കുറുമ്പ് കുരുത്തൊക്കെയിടും. അപ്പം എൻ്റെ ചീത്ത തേച്ച് വെച്ചിട്ടുള്ള ഡ്രസ്സുമ്മേ കെട്ടുന്ന ആറാണ്. അപ്പോൾ ചീയലടിയാകുമ്പോൾ ചീയും. അപ്പോൾ നല്ല ചീത്ത കിട്ടും. അപ്പോൾ അവിടെ ഇരിപ്പാട്ടാ. അപ്പോൾ ഞാൻ എൻ്റെ കുണിക്ക് അങ്ങനെ ഇത് ഏകദേശം മേക്കപ്പൊക്കെ കഴിഞ്ഞ് പോകാൻ നിൽക്കാനല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചോദിച്ചു? അല്ല, ഷോപ്പുള്ള സ്ഥിതിക്ക് നമുക്ക് ഓർണമെൻറ്റ്സ് അവിടെ നിർത്തോണ്ട് ഇടാന്ന് വെച്ചിട്ട് ഞാൻ 2-3 മാലയൊക്കെ എടുത്തോന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏതൊക്കെ ഇട്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെടുന്ന വെച്ചാൽ അത് ഞാൻ ഇട്ടു കേട്ടോ. നമ്മുടെ ഇഷ്ടമല്ലേ ഏറ്റവും വലുത്. അപ്പോൾ ചിലപ്പോൾ ചിലർ പറയും ഇതിനേക്കാളും ഭംഗി അതായിരുന്നു, ഇങ്ങനെയൊക്കെ പറയും. അപ്പോൾ നമുക്ക് അഭിപ്രായം ചോദിക്കാൻ ടൈമില്ല. അപ്പോൾ ഞാൻ ആദ്യം ഒരു നെക്ക് പീസ് ഇട്ടോട്ടെ. പിടിച്ചടാ കുണുക്ക ഓരോന്ന് ഇട്ടോട്ടെ. കുഞ്ഞ് കല്യാണത്തിനുണ്ടായിട്ട് കുഞ്ഞിന് കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ കുഞ്ഞിന് വരാൻ പറ്റിയില്ല. അവർക്ക് സമയത്ത് പുതിയ ഷർട്ട് ഉണ്ടായിട്ട് എടുത്ത് പുതിയ ഷർട്ട് കണ്ട് പിന്നെ ഇട്ടു കേട്ടോ. പുതിയതുണ്ടല്ലേ ഷർട്ട് എനിക്കിഷ്ടം. ഷർട്ടാണ്. അപ്പം ഞാൻ കണ്ണാടി നോക്കി ഇങ്ങനെ നോക്കിയാനായിട്ട് ഈ മാല നോക്കിയേ. ഭംഗിയുണ്ടാ അല്ലേ? ആഹാ, എനിക്ക് ഇഷ്ടമായിട്ടാ. പെട്ടെന്ന് ആരും കണ്ട ആർക്കും ഇത് പറ്റില്ലേ. നമ്മൾ പറയും ഹെവി ആണുള്ളത്. നമുക്കത് അമ്മയ്ക്ക് ഇങ്ങനെ കമ്മലിക്കാം പാരക്കാം. ഇത് ഇഷ്ടമായി. എന്നാലും ഞാൻ മറ്റു ചെറിയ മാല ഉണ്ടല്ലോ, കഴുത്ത് അവിടെ പ്ലെയിൻ ആയിട്ട് തോന്നും. ഭംഗിയില്ലേ?
അതിൻ്റെ കമ്മലുണ്ട്. ഞാൻ കുറേ കൊടുന്നു, പക്ഷെ എനിക്ക് ഞാൻ സത്യം ഇത് ഞാൻ കുഞ്ഞിനെ കൊടുന്താട്ടെ, ഞാൻ ഇട്ടൊന്നും വിചാരിച്ചില്ല നെക്ക് പീസ് ആയി. കാരണം ഞാൻ നെക്ക് പീസ് യൂസ് ചെയ്യാമല്ലോ, പക്ഷേ എനിക്ക് എന്തോ ഇത് ഇട്ടപ്പോൾ എനിക്ക് ഇഷ്ടം തോന്നിയിട്ട് അതിനോട്. ഉണ്ട് ഇത് പിടിച്ചു കൊടുക്കാം. അതിൻ്റെ കമ്മലുണ്ട് കേട്ടോ, അപ്പോൾ നോക്കി നോക്കാം. അയ്യാ, ഇങ്ങനെയാണ് ഇതിൻ്റെ വള ഉടന്നാൽ മതിയായിരുന്നു. ഞാനത് ഈ വള വേറെ ഇടാം, അന്നേരം കുഴപ്പമില്ല. അതിൻ്റെ കളർ അത് തന്നെയായിരിക്കും. മങ്ങിൻ്റെ എന്നിട്ട് കമ്മലേക്ക് അതാ മെഷീൻ അടിക്കണം. അടുത്ത ഹലോ, നിങ്ങൾക്ക് 2 കല്യാണം ഉണ്ട്. എപ്പോഴാ അവിടെ ഉണ്ടാവുക? വൈകിട്ട് ഉണ്ടാവോ? 9:30 ഓക്കെ ഓക്കെ. അഥവാ അല്ലല്ല, അഥവാ പറ്റില്ലേ നാളെ രാവിലെ വെച്ചോ. രാവിലെ ഉണ്ട്, വേണ്ട നാളേക്ക് വേണ്ടതാ. ഇന്ന് വരും. അപ്പൊ 9:30 വരാം. ഇന്ന് നമുക്ക് 4 മണിയാകുമ്പോ ഒന്ന് എടുക്കാൻ പറ്റുവേ? 4 മണിക്ക് വന്നു കഴിഞ്ഞാ 4 മണി 5 മണി നേരത്തൊന്നും ഉണ്ടാവില്ലല്ലോ. കയ്യാളവർക്ക് സ്റ്റാഫ് ഉണ്ടാവില്ല ഇവിടെ. ഓക്കെ ഓക്കെ. അത് കയ്യിന്റെ അളവ് എടുത്തിട്ടില്ല. ഇന്നലെ വന്നപ്പോൾ ആളില്ലാത്ത ആൾ തിരിച്ചു പോകുന്നു. കയ്യിന്റെ അത് കുഴപ്പമില്ല. ഓക്കെ ഓക്കെ. ഡ്രസ് അടിച്ചേച്ചല്ലേ? ഡ്രസ് അടിച്ചേച്ചല്ലേ? അടിച്ചു മേടിക്കാനല്ലേ പോണോ? ഞാൻ വിചാരിച്ച അളവ് എടുക്കാൻ. അപ്പൊ എന്റെ ജാക്കിന്റെ അളവ് ടൈമില് നമുക്ക് എപ്പോഴാണ് അവിടെ പുറത്തേക്ക് വെച്ചാൽ പറയുന്നു. 9 മണിക്ക് വരാൻ വേണ്ടിട്ട് പറയാൻ വേണ്ടി വിളിച്ചാലേ. ഡ്രസ് മേടിക്കാനാണെങ്കിൽ എപ്പോഴാണ് വരാന്ന് പറയുന്നു. ഓഫ് ചെയ്തോ അങ്ങനെ. ഏതാ വന്നിട്ട് ഒത്താനി മളയിൽ വെച്ചോ, അമ്മയ്ക്ക് മതി. അപ്പോൾ ഓക്കെ. ഭംഗിയുണ്ട് എന്നിട്ട് നോക്കിയാ മാന് ഇതിൻ്റെ കമ്മലുണ്ട്. സുന്ദരിയുണ്ട് അല്ലേ? എനിക്കിഷ്ടമായിട്ടാണ്. ഞാൻ നെക്ക് പീസ് തീരെ യൂസ് ചെയ്യാത്ത ആളാണ്. ആദ്യമായിട്ട് കുറേ വർഷം ശേഷം, പക്ഷെ രസമുണ്ട്. എനിക്ക് ഇഷ്ടമായത് നെക്ക് പീസ്. പോവാം. ഷർട്ടാ
അങ്ങനെ ഞങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് പോയത്. അപ്പോൾ വീട്ടിലേക്ക് എത്തിയത് എത്ര മണി? 8:30 എത്തിയിട്ടാ. 8:30 എത്തി. വേറെ ഒന്നല്ല, നമ്മുടെ ഡ്രസ്സ് അച്ഛനും മോനും ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ കാത്തിൻ്റെ പരിപാടിക്ക്. അപ്പോൾ അതെടുക്കാണ്ട് ഞങ്ങൾ തൃശ്ശൂർ പോയി. അവർക്ക് രണ്ടാൾക്കും ഒരു വൈറ്റ് തുണി എടുത്തു കേട്ടോ. അപ്പോൾ അത് അടിപ്പിക്കാമെന്ന് ചോദിച്ചു. എല്ലാവരും വൈറ്റില്ല, അപ്പം അവർ മാത്രമായിട്ട് വൈറ്റ് ആവാണ്ടിരിക്കേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മുടെ മഹാലക്ഷ്മി ഡെൻ്റൽ ഓർണമെൻറ്റ്സിൽ പുതിയ കളക്ഷനാട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ നെക്ക് പീസ് ഞാൻ തീരെ യൂസ് ചെയ്യാത്ത ഒരാളാട്ടോ. ഞാൻ തീരെ നെക്ക് പീസ് യൂസ് ചെയ്യാറ്. ഞാൻ ഇവിടെ വരെ ഉള്ള മാല ഞാൻ യൂസ് ചെയ്യാറ്. ഞാൻ തടിയിടാനും എനിക്കതെന്തോ ഇടുമ്പോൾ ഒരു ആവാതെ. പക്ഷേ ഞാൻ 3 മാല ഞാൻ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഒന്ന് കുഞ്ഞിന് കൊടുത്തത്, കുഞ്ഞിന് ഞാൻ വേണ്ടിയിട്ട് കൊടുത്താട്ടാ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ ഇട്ട് നോക്കിയത്. പിന്നെ എനിക്ക് ഊരാൻ തോന്നിയില്ല. വേറെ ഒന്നും അന്വേഷണം പറഞ്ഞല്ലോ വേണ്ട. അതിൽ വളകൾ വേണ്ട, കറക്റ്റ് ഒരേ കളറിൽ വരുന്ന മാലയും വളയും കമ്മലാട്ടാ. പക്ഷേ സെറ്റാണ്. പക്ഷേ ചിലവർക്ക് നമ്മളായിട്ടെ ഓർണമെൻറ്റ്സ് എടുക്കാന്നിട്ട് ചിലർ ഇതുള്ളൂ ഇങ്ങനെയാണോ എന്ന് വെച്ചിട്ട് പോകുന്നുണ്ട്. ഇത് ഹെവിയാണ്. നമ്മൾ എന്ത് സാധനം നമ്മുടെ ദേഹത്ത് ഇട്ട് നോക്കിയാലേ അതിൻ്റെ ഭംഗി അറിയുള്ളൂ. അത് നമ്മൾ ജീൻസോ ചുരിദാറോ മെഡിയോ ടോപ്പോ ഒന്നും ഇട്ട് വന്നാൽ നമുക്ക് അതിൻ്റെ ഒരു ഭംഗിയോ ലുക്കോ കിട്ടില്ല. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു മുല്ലപ്പൂ പോലും ഞാൻ വെച്ചിട്ടില്ല. ഞാൻ വീട്ടിലുള്ള സാധാ ഫൗണ്ടേഷൻ വെച്ചിട്ടാണ് ഞാൻ മേക്കപ്പ് ചെയ്തിരുന്നത്. സാധാ ലാക്മിയുടെ ഫൗണ്ടേഷൻ വെച്ചിട്ടാണ് ഞാൻ മേക്കപ്പ് ചെയ്തിട്ട് പോയത്. ഇത്രയും മണിക്കൂറായിട്ടാണ്. 11 മണിക്ക് 11:30 മേക്കപ്പ് ചെയ്ത 11:30 മേക്കപ്പ് ചെയ്താട്ടോ. ഇപ്പം സമയം 8:02 സാധാ ലാക്മിയുടെ ഫൗണ്ടേഷൻ വെച്ചിട്ട് മേക്കപ്പ് ചെയ്താണ് കേട്ടോ. വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ. ഐഷേഡ്, ലിപ്സ്റ്റിക്ക്, കുങ്കുമം, ഇതല്ലാണ്ട് അത് 11:30 ഇട്ട് പോയിട്ടുള്ള മേക്കപ്പ് ഇപ്പോഴും ഒരു കുഴപ്പമില്ല. അതെന്താ വെച്ചാൽ നമ്മൾ ഇപ്പോൾ ചൂടുകാലമാണ്. ഇപ്പം മേക്കപ്പൊക്കെ ചെയ്തുമ്പോൾ ഓൾറെഡി നമ്മൾ നല്ല ചൂടിലെടുത്തുമ്പോൾ നമുക്ക് വേർക്കും. പക്ഷെ നമ്മൾ വേർപ്പ് എപ്പോഴും ഇതിങ്ങനെ ഒപ്പിയെടുക്കാനേ പാടുള്ളൂ. നമ്മൾ ടിഷ്യൂ വെച്ചിട്ട് ടവൽ വെച്ചിട്ട് തോണ്ടായിരിക്കും. നമുക്ക് മുടിയുടെ ഇവിടെ ഇരിക്കുമ്പോൾ നമ്മളതൊന്ന് മാന്തി എടുത്താൽ അപ്പോഴൊക്കെ നമ്മുടെ മേക്കപ്പ് പോവും. അപ്പോൾ മേക്കപ്പിനായാലും ഓർണമെൻറ്റ്സ് ആയാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. മനസ്സിലായാൽ ഞാൻ പലവരും ചോദിച്ചിട്ടുണ്ട് ഈ ഓർണമെൻറ്റ്. ഞാൻ ഇതൊന്ന് ഇട്ട് നോക്ക് എന്ന് പറഞ്ഞാൽ പോലും ചിലർക്ക് അത് മനസ്സിലാണ്. പക്ഷേ അത് ഇടുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി അറിയണത്. നോക്കി ഇതിൽ എത്രത്തോളം ഭംഗി അറിയണമെന്നറിയാം. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇട്ടു. അനുവേനെ ഇഷ്ടപ്പെട്ടിട്ടെങ്കിലും. പക്ഷെ ഇന്ന് പുലിമുട്ടിലല്ല ഇത് പുലിമുട്ടിലേക്ക് പോയതായിട്ട് നമ്മൾ ഡ്രസ്സ് തൃശ്ശൂർ തുടങ്ങാം. അപ്പോൾ അവിടുത്തെ നമ്മൾ കുറച്ച് 2 പ്രാവശ്യമായിട്ട് ഇങ്ങനെ കണ്ടിട്ട് അടുത്തടിച്ച് കണ്ടപ്പോൾ അടിപൊളിയുണ്ട്. സാരി അടിപൊളിയായിട്ട്, ഓർണമെന്റ്സും അടിപൊളിയായിട്ട്. അപ്പോൾ ഒരാളിൽ നിന്ന് നമുക്ക് അങ്ങനെ ഒരു കമൻറ്റ് കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് എൻ്റെ മേക്കപ്പിൻ്റെ ഭംഗി പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പം നമ്മളിങ്ങനെ പച്ച കല്ല് പച്ച സാരിക്ക് മാത്രം അല്ലെങ്കിൽ അങ്ങനെയല്ല കേട്ടോ. നമ്മളത് എന്ത് പട്ട് സാരി കൊടുത്താലും അതൊരു ഭംഗി തന്നെയാണ്. അത് നമ്മൾ എന്താ പറയുക, ചിലർക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവാത്ത കുറേ കാര്യം. പിന്നെ മനസ്സിലായില്ല. ഞാനിന്ന് എല്ലാ ദിവസവും ഞാൻ പറഞ്ഞു ഈ ബ്ലാക്ക് വലിച്ചിട്ട് പോയാ ഞാൻ പറഞ്ഞതാ കുറ്റായിട്ടല്ല പറഞ്ഞു. എന്നാലും എന്നും നല്ല മാച്ചിൽ വരുന്ന ആൾക്കാരിന്ന് എന്താ ഇങ്ങനെയായി? ഈ സാരി ഭയങ്കര ഭംഗിയല്ലേ, നല്ല സെറ്റായിട്ട് അടിപൊളി. സാരിയും നല്ല ഭംഗിയുണ്ട്, മാലയും ഭംഗിയുണ്ട്. ഒന്ന് മേക്കപ്പ് ഒരു തരി ഓവറുമില്ല, നല്ല ഭംഗിയുണ്ട്. അതിൽ ഞാൻ സ്ഥിരം ഈ മേക്കപ്പിന് ചേർന്നത്. അത് ഞാൻ എത്ര വലിയ ഫംഗ്ഷൻ ആയാലും ഞാൻ ചെയ്യണ മേക്കപ്പ് മാത്രം എനിക്ക് ഞാൻ ഒരുപാട് കണ്ണെഴുതോ കാര്യങ്ങളോ പുതിയ ഷെയ്ഡ് ചെയ്യാൻ പോലും ഇല്ല കേട്ടോ. ഐ ഷെയ്ഡുണ്ട്. അതായത് നമ്മുടെ കണ്ണിന് ഒരു ഡാർക്ക്നെസ് കൂടുതൽ നമുക്ക്. അപ്പം അത് നമ്മൾ ഈ കറുത്ത കണ്ണ് ഫേസൊക്കെ വളർത്തിക്കുമ്പോൾ അവിടെ മാത്രമേ കറുത്തിരിക്കുമ്പോൾ അതൊരു വൃത്തിയായിരുന്നു. പിന്നെ ലിപ്പ് നമ്മുടെ നിറം കുറവാണ്. അപ്പോൾ ലിപ്പ് ഒന്ന് ജസ്റ്റ് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാറ്. അപ്പം അങ്ങനെ അല്ലേ, ചെറിയ തെറ്റുകളൊക്കെ പറയുമ്പോൾ അതിന് കുറ്റം പറയണോടുണ്ട്. അത് കുഴപ്പമില്ല. ചുണ്ടുമ്പോ കുറച്ച് കളർ തേക്കണത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറാണ് അത്ര പറഞ്ഞാൽ. അപ്പം അങ്ങനെ അപ്പം അത്രയും ഞാൻ എപ്പോഴും ചെയ്യാറുള്ളൂ. അപ്പോൾ അങ്ങനെ എന്താ പറയുക, കല്യാണത്തിനെ പറ്റിയിട്ട്. അതേപോലെ രാവിലെ ഞങ്ങൾ തൊട്ടടുത്തുള്ള ചേട്ടൻ്റെ അടുത്ത കാര്യത്തിൽ പോയി അവിടെ ചെന്നു. പക്ഷേ ഞങ്ങൾക്ക് ചെക്കിനും പെണ്ണിനും കാണാൻ പറ്റിയില്ല. വേറെ ഒന്നും നമുക്ക് തൊട്ടടുത്ത് എൻ്റെ അടുത്തൊരു ഫ്രണ്ടിൻ്റെ മോൻ്റെ കല്യാണമായിരുന്നു. അപ്പോൾ നമുക്ക് അവിടേക്ക് എത്രയും പെട്ടെന്ന് എത്തണ കാരണം നമ്മൾ വേഗം അവിടെ ഫുഡ് കഴിച്ച് ഇറങ്ങിയില്ല. അപ്പോൾ അവിടെ ഞാൻ കുറച്ച് ചോറും മീൻകറിയൊക്കെ കൂട്ടിയിട്ട് നിറയെ ചോറുണ്ട്.
അല്ലെ ഹാപ്പി ചോറുണ്ട്. അവിടെ പോയിട്ട് ഞാൻ കുറച്ച് ബിരിയാണി കഴിച്ചു. അപ്പോൾ അങ്ങനെ കുറേശ്ശെ അതിപ്പോൾ കുറേശ്ശെ എന്നില്ല കഴിക്കാൻ പറ്റില്ല ഇത്ര. പക്ഷേ എനിക്ക് ഞാൻ ഈ പല കല്യാണങ്ങൾക്ക് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരുപാട് നമ്മൾ കുറേ ഫുഡിന് കുറേ 19 തരം ഫുഡ് ഉണ്ടാകണം, അങ്ങനെ പലതരത്തിലുണ്ട്. പക്ഷേ എനിക്ക് ഇന്നത്തെ ഒരു കല്യാണത്തിൻ്റെ ഒരു വെറൈറ്റി തോന്നിയത് അവരെ ഗാനമേളയും പിന്നെ ആട്ടം. എനിക്ക് സത്യം പറയുക പൂരപ്പുറത്ത് ഈ പിള്ളേർ ആട്ടം അതിനെ ഭയങ്കരമായിട്ട് ആരാധിച്ചു. എനിക്ക് അതിൻ്റെ അറിയില്ലായിരുന്നു. ഞാൻ സത്യം പറഞ്ഞ് നിന്ന് കേൾക്കാത്തതുകൊണ്ട് അവർക്ക് അതിൻ്റെ ഇതറിയാഞ്ഞിട്ട് ഇന്നാണ് ശരിക്കും ഞാൻ ഇരുന്ന് ആസ്വദിച്ചു. അയ്യോ സത്യം പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള പണ്ടത്തെ കലാകാരൊക്കെ ഇങ്ങനെ എനിച്ചു വരിയത് ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് സത്യം പറയുന്നത് എത്ര ഡാൻസ് കളിക്കാരായിരിക്കും ആ അവരുടെ രണ്ടും ഇത് തേക്കിങ്കാട്ട് അല്ലേ അങ്ങനെ എന്താ തോന്നുന്നു ഉണ്ട്. എൻ്റെ വീഡിയോയിലുണ്ട് അവരെ ഇത് ഇങ്ങനെ എഴുതി പോകുന്നുണ്ട്. അവരെന്നെ തോന്നുന്നു ആ ടീമും ആട്ടം. രണ്ടും കട്ടയ്ക്ക് പിടിച്ചിട്ട് ഞങ്ങൾ സത്യം അത്രയും ഞങ്ങളുടെ എല്ലാ കല്യാണത്തിൽ നമ്മൾ ഫുഡ് കഴിച്ചു ചെറിയ സ്റ്റേജിൽ ഒരു ഫോട്ടോ തന്നെ അവരൊന്ന് വിഷയം അവർ പറഞ്ഞു ഞാൻ അപ്പേനെ പോരുട്ടെ നമ്മൾ ചൂടത്താണ് കുറേ നേരം ഒരു സ്ഥലത്ത് പോയതാണ്. പക്ഷേ ഇന്ന് സത്യം കല്യാണം അവസാനിച്ച് ചെക്കൻ്റെ അച്ഛനോടും അമ്മോടും ഫംഗ്ഷൻ അടിപൊളിയായിട്ട് പറഞ്ഞിട്ട് ഞാൻ വന്നത് കേട്ടോ. വെച്ചാൽ സത്യം പറഞ്ഞാൽ നമുക്ക് അവരിത്രയും അടിപൊളിയായിട്ട് കല്യാണം നടത്തി അത് നമുക്കൊരു വാക്കുകൊണ്ട് പറയുമ്പോൾ അതുകൊണ്ട് കിട്ടുന്ന അവരൊരു സന്തോഷം ഉണ്ടില്ലേ, അത് വലിയൊരു കാര്യം. അത് എല്ലാവർക്കും പറയാൻ പറ്റിയെന്ന് വരില്ല, ചിലർക്ക് മാത്രം. എങ്ങനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ആരും നന്നാവണോണ്ടോ പിടിക്കണോണ്ടോ ഒരു കുശുമ്പില്ലാത്ത രണ്ട് ആ വ്യക്തികളും ഞാൻ തന്നെ ഉണ്ടോ. ആരൊക്കെ എത്രയൊക്കെ കാശും പതിവുണ്ടാക്കിയാലും എത്രയൊക്കെ നല്ല ഭംഗിയിലാന്നാലും എനിക്കും തന്നെ ഉണ്ടോ ഒരു കുശുമ്പുമില്ല. നല്ലതിന് നല്ലതെന്ന് പറയാനുള്ള മനസ്സ് എന്നും അന്വേഷണമുണ്ട് എനിക്കുണ്ട്. ആരൊക്കെ എത്ര നന്നാകുമ്പോൾ നമ്മൾ നന്നായിട്ടില്ല അങ്ങനെയാണല്ലേ നമ്മളത് കണ്ട് ആസ്വദിക്കുള്ളൂ. ആരെയും നല്ല വീട് വെച്ചാലും കണ്ട് ആസ്വദിക്കുള്ളൂ. ഞാനും എൻ്റെ അന്വേഷണം അങ്ങനെയാണ്. ഒരു കാര്യത്തിനും ഒരാളും നമ്മുടെ അടച്ചാലും ഒരു സത്യം പറഞ്ഞാൽ കാശിൻ്റെ കാര്യമില്ല. ഒരു ഫംഗ്ഷൻ നടത്താറിയാത്തവരുണ്ട്. അപ്പോൾ നമ്മൾ പറയും അങ്ങനെ വേണ്ട അങ്ങനെ അത്ര വേണം. പക്ഷെ ചിലർക്ക് അത് മനസ്സിലാവില്ല, നല്ലതിനാണ് പറയണത്. അങ്ങനെയുള്ള ഒരു ടീം നമ്മുടെ നാട്ടിലുണ്ട്. ഉള്ളവര് ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് ഭ്രാന്ത് തരും. പക്ഷെ ഞാൻ ചെയ്യട്ടെ എന്റെ കുഞ്ഞിന്റെ കല്യാണത്തിന് എനിക്ക് ഒരിക്കലും 3 കല്യാണത്തിന് പോയി 3 കല്യാണം സൂപ്പറായിരുന്നു. അതായത് ഇപ്പൊ ഞങ്ങളുടെ നാട്ടിലെ ഒരു 3 യമണ്ട കല്യാണങ്ങളാണ് നടന്നത്. ഒന്ന് അഞ്ചേട്ട സ്വന്തം ഏട്ടന്റെ കല്യാണമായിരുന്നു, മോന്റെ ഏട്ടന്റെ മോന്റെ, പിന്നെ കുഞ്ഞിന്റെ പിന്നെ 3 കല്യാണം നമ്മുടെ നാട്ടില് നല്ല വലിയ കല്യാണങ്ങളായിരുന്നു കേട്ടോ. അതിലൊന്ന് അന്വേട്ടൻ്റെ സ്വന്തം ഫാമിലിയിലത്തെയാണ്. 3 നമ്മൾ ആസ്വദിച്ച് അടിച്ച് പൊളിച്ച് വന്ന കല്യാണമാണ് കേട്ടോ. പക്ഷേ ഇത് ഞാൻ ആദ്യമായിട്ട് ഈ ആട്ടത്തിൻ്റെ ഇത് ഞാൻ കാണുന്നത് ആദ്യമായിട്ടാണ്. അതിനോട് ഭയങ്കര ഒരു ഇത് തോന്നി. അന്വേട്ടൻ്റെ ഏട്ടൻ മോൻ്റെ കാര്യം സൂപ്പറായിരുന്നു കേട്ടോ. വയറില്ലാത്തതിന്റെ പ്രശ്നം ഫുഡിന്റെ അങ്ങനത്തെ ഒരു കല്യാണം പക്ഷെ ഞാൻ പറട്ടെ പറഞ്ഞാലും ചെവിട്ട് കൊള്ളണം പറയാം. എന്താ വെച്ചാൽ ചിലപ്പോ നമുക്ക് നാട്ടിലേക്ക് നോക്കാൻ അറിയാവുന്ന കുറച്ച് വേണ്ട. ചിലപ്പോൾ ഗൾഫിലാന്നുണ്ടല്ലോ അവർക്ക് നാടിനെ പറ്റി അറിയാം. അപ്പൊ നമ്മൾ പറയും ഇങ്ങനെയാണ് ഈ നാട്ടിലെ സാഹചര്യം. ചിലരത് കേക്കിന് നല്ലതിനായിരിക്കും, പലത് കേക്കിന് കുഴപ്പമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വേറെ ഒന്നുമല്ല, അടിപൊളി കല്യാണം. കാശുണ്ടെങ്കിൽ ഇങ്ങനെ നടത്തും. പിന്നെ ചെറിയ അഹമ്മദിയാണ്, അഹങ്കാരമാണ്. ഞാൻ പറഞ്ഞെ നമ്മുടെ മക്കളുടെ കല്യാണം എത്രത്തോളം ഭംഗിയാക്കണം അത്രത്തോളം ഭംഗിയാക്കണം തന്നെ ഒരു അച്ഛനമ്മ ആഗ്രഹിക്കും. എനിക്ക് എൻ്റെ നാളെ എൻ്റെ കുഞ്ഞിൻ്റെ കല്യാണം ഇങ്ങനെയൊക്കെ കാണാൻ ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മളോട് സാധിക്കില്ല. അത് 4 പോയിൻ്റെ കാശ് നാട്ടു സമിതിക്ക് കൊടുക്കണമെങ്കിൽ നാട്ടിൽ 2 പോയിന്റ് 2.5 പോയിന്റ് കാശ് വേണം അവർക്ക്. അല്ല അവരുടെ ടീം അത്രയും വലിയ ടീമാണ്, നമ്മളോട് താങ്ങില്ല കൊണ്ട്. അതുകൊണ്ടല്ലാണ്ട് നമുക്കത് ഇഷ്ടമില്ലാഞ്ഞിട്ടില്ല. സത്യം പറയല്ലോ കല്യാണമൊക്കെ നടത്തണമെങ്കിൽ അതൊക്കെ ആ ഗാനമേളക്കാർ ഏട്ടനും ഒരു ചെണ്ടമേളം അവൻ്റെ നല്ല ഇഷ്ടമായിട്ടാണ്. നല്ല ക്യൂട്ടായിട്ടുണ്ടായി, നല്ല കാണാൻ നല്ല രസമുണ്ടായിരുന്നു, നല്ല അടിപൊളിയാണ്. ഞാൻ ഇത്രയും എൻജോയ് ചെയ്തിരുന്ന ഒരു കല്യാണം ഉണ്ടായിട്ടുണ്ടാവില്ല കേട്ടോ. ഞാൻ അത്രയും ടൈം അവിടെ എൻജോയ് ഞാൻ അത്രയും നേരം കൈയടിച്ച് എൻ്റെ കൈയൊക്കെ ചൊക്കൊന്നും അത്രയും രസത്തിൽ നല്ല 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 അടിപൊളി കല്യാണം അല്ലേ. തീർച്ചയായിട്ടും നമ്മൾ അടിപൊളി കല്യാണം. അപ്പം അതിനെപ്പറ്റി കുറച്ച് വർത്താനം പറഞ്ഞോളട്ടെ. അതല്ലേ നമുക്ക് അത് എന്താ നമ്മളെ ആസ്വദിച്ചോണ്ടാണ് നമ്മൾ അത്രയും ആസ്വദിച്ചോണ്ടാണ് ആദ്യം ആസ്വദിച്ചത്. ഞാൻ ഇപ്പോൾ വന്നിട്ട് ഞാൻ വീട്ടിലത്തെ വീഡിയോ ഞാൻ അങ്ങനെ ഒരു സ്ഥലത്ത് പോയാലും നിങ്ങൾക്കറിയാലോ ഏതൊരു കല്യാണത്തിന് പോയാലും ഞാൻ വീഡിയോ എടുക്കാത്ത ആളാണ്. ഞങ്ങളേനെ എടുക്കാന്നല്ലാണ്ട് പുറമെന്ന് ആരെയും ഞങ്ങൾ അങ്ങനെ എടുക്കാത്ത ഒരാൾ. ഇന്ന് എത്ര വീഡിയോ ഞാൻ ആ ഗാനമേളയുടെ ഒക്കെ എടുത്ത് വെച്ചിട്ട് വെച്ചിട്ട് ഞാൻ കുഞ്ഞിനും പൊന്നിനെ കൊണ്ട് കാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് എന്താ വെച്ചാൽ അത്രയും നമ്മുടെ മനസ്സിനെ കീഴ്പ്പെടുത്തണ പോലത്തെ പരിപാടിയായിരുന്നു. സൂപ്പർ അടിപൊളി
ഒന്നും ഒരു രക്ഷയില്ലാത്ത പരിപാടിയായിരുന്നു അല്ലേ? ഇനി ഇതേമാതിരത്തെ കല്യാണങ്ങൾ കൂടാൻ യോഗം അതുള്ള 2 വീട്ടിലെത്തി അവിടുത്തെ 2 ആഴ്ച കഴിഞ്ഞു, 3 വീട്ടിലെത്തി കഴിഞ്ഞു. ഇപ്പൊ ഈ 3 വീട്ടിലെ കല്യാണം എന്ന് പറഞ്ഞാൽ 3 വീട്ടിലെത്തി കല്യാണം കഴിഞ്ഞു. ഇനിയിപ്പോൾ അവരെ പേരക്കുട്ടികളൊക്കെ വലുതായി വന്നിട്ട് വേണം. അപ്പൊ അങ്ങനെ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇതിപ്പോ ഇപ്പോഴേ ഡാൻസ് കളിക്കാൻ തോന്നിട്ടാണ് ഒതുങ്ങി. വായിൽ പല്ല് പോലില്ലാണ്ട് പോയിട്ട് എന്തിനാ. അപ്പോൾ അങ്ങനെ അപ്പം നമ്മുടെ ഓർണമെന്റ്സ് വേണ്ടവരൊക്കെ നമ്മളെ കോണ്ടാക്ട് ചെയ്യണ്ട. അടിപൊളി മഹാലക്ഷ്മി രണ്ടുള്ള ഓർണമെൻറ്റ്സിൻ്റെ ആണ്. അപ്പോൾ നമ്മുടെ മഹാലക്ഷ്മി എന്ന് പറയുന്ന പേജ് ഉണ്ട്. അപ്പോൾ അതിൽ തന്നെ നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ള ഓൾ കേരളയാണ് കേട്ടോ നമ്മൾ റെൻറ്റിന് കൊടുക്കുന്നത്. അപ്പോൾ ആരെയൊക്കെ ആവശ്യമില്ല വയസ്സ് പരിധി നോക്കാണ്ട് നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ ജീവിക്കുക. അല്ലാണ്ട് എനിക്ക് ഇത്ര ഏജ് ആയാലും ഞാൻ ഇത്ര ഇടാൻ പോകണം അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ അവരെന്ത് പറഞ്ഞാൽ ഹെവിയിട്ട് നമ്മളെന്തിനാണ് അതൊക്കെ ആലോചിക്കുന്നത്? നമ്മുടെ ഇഷ്ടം നമ്മൾ ചിന്തിച്ചാൽ പോലെ. ഞാൻ ഇന്ന് സത്യം പറഞ്ഞാൽ നെക്ക് പീസ് ഇടാൻ എണ്ണ അറിയാം. ഞാൻ ഇങ്ങനത്തെ കുടിക്കുമാല ഇടാത്ത വ്യക്തിയാണ്. ഞാൻ പാലക്കന്മാരും കൊടുത്തു, ലക്ഷ്മിമാരും കൊടുത്തു. ലക്ഷ്മി ആയിട്ടത് ഞാൻ ഇത് കുഞ്ഞിന് വേണ്ടി പിടിച്ചതാണ്. പക്ഷെ ഞാൻ ഇതൊന്ന് ഇട്ടോക്കട്ടെ, ജസ്റ്റ് ഒന്ന് ഇട്ടപ്പോൾ എനിക്ക് പോരാൻ തോന്നിയില്ല. കമന്റും കിട്ടിയിട്ട് അടിപൊളിയായിട്ട് ഈ മാലയും ഈ സാരിയൊക്കെ നല്ലതാണ്. അപ്പം എനിക്കിപ്പോൾ എന്തൊരു ആത്മവിശ്വാസം കിട്ടിയാലും എനിക്ക് അപ്പം നെക്ക് പീസ് ഇട്ടാൽ ഭംഗിയുണ്ട് എന്ന് എനിക്ക് മനസ്സിലായത്. ആൾക്കാർ പറഞ്ഞപ്പോൾ മനസ്സിലായി. സ്വയം നമ്മളിങ്ങനെ നോക്കണേക്കാൾ മറ്റൊരാൾ നമ്മളോട് അഭിപ്രായം പറയുമ്പോൾ അതിന് വേറൊരു സന്തോഷമാണ്. പിന്നെ നെഗറ്റീവ് അത് പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ഉണ്ടാവുമല്ലോ. അത് അങ്ങനെയാണ് അവരുടെ ഒരു ബന്ധം. അപ്പോൾ അത് നമ്മൾ നോക്കണ്ട. നമ്മുടെ മനസ്സിൽ ഇപ്പോൾ കുറേ പെൺകുട്ടികളുള്ള മക്കളുടെ കല്യാണത്തിന് അമ്മമാരയ്യോ ഇത്ര വേണോ ഇങ്ങനെ വേണം. എന്തിന്? നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴല്ലേ നമുക്ക് നല്ല ഭംഗിയിൽ നടക്കാൻ പറ്റുള്ളൂ അല്ലേ? സൗന്ദര്യത്തോടെ അപ്പാടുള്ള കാലം നല്ല ഭംഗിയിൽ സൗന്ദര്യത്തിൽ നടക്കുക. ഞാൻ ഇന്ന് എൻ്റെ സാരിയിലും മേക്കപ്പിലും ഓർണമെന്റ്സ് ഞാൻ ഹാപ്പി ആയിരുന്നു. തീർച്ചയായിട്ടും ഇനിയിപ്പോ മറ്റൊന്ന് കാർത്തൂന്റെ പരിപാടിക്ക് ഇത്ര ഭംഗി കിട്ടുമോ എനിക്കറിയില്ല. ചാൻസ് കുറവാ. ഇന്നത്തെ പോലെ അതെന്താണെന്നറിയോ? മൈ ഫേവറേറ്റ് കളർ. നമ്മുടെ അപ്പുവേട്ടൻ്റെ ഭാര്യ പറഞ്ഞു മഞ്ഞ ഇഷ്ടമുള്ള മഞ്ഞ കളറിൽ മഞ്ഞ ഇങ്ങനെ നിറച്ചായിട്ട് വന്നിട്ടുണ്ടെന്ന്. ചേട്ടൻ്റെ പേരുള്ള ചേച്ചിയുടെ പേര് നമ്മൾ ഇത്ര തലമുറ ചോദിച്ചിട്ടില്ല. ചേട്ടൻ്റെ ടീച്ചർ. പക്ഷേ ഞാൻ പറഞ്ഞാൽ ഒരു ടീച്ചറാണ് കേട്ടോ. എന്നാലും നമ്മളോടുള്ള അവരുടെ സ്നേഹം കാണുമ്പോൾ ഞാൻ അങ്ങനത്തെ സബ്സ്ക്രൈബർ മതി. നമ്മളെ സ്നേഹിക്കുന്ന പോലെ സബ്സ്ക്രൈബർ ഉണ്ട്. നമ്മൾ ഈ നെഗറ്റീവ് പറഞ്ഞ് ചൊറിഞ്ഞിരിക്കുന്നതിനേക്കാളും നല്ല വിദ്യാഭ്യാസം നല്ല ടീച്ചർമാരൊക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ അതാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം. വിദ്യാഭ്യാസം ഇല്ലാണ്ട് എന്നെ കളിയാക്കണില്ല. പക്ഷേ എൻ്റെ വീഡിയോ എന്നെ ഇഷ്ടപ്പെട്ട് എന്നെ കാണുന്ന കുറേ ടീച്ചേഴ്സ് ഉണ്ട്. ഇഷ്ടം പോലെ ടീച്ചർ. എത്ര ആൾക്കാരാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ ചാനൽ കാണുന്നത് ടീച്ചർമാരാണെന്ന് എനിക്ക് തോന്നുന്നത് അല്ലേ? ഒക്കെ ടീച്ചർമാരാണ് കൂടുതൽ. പക്ഷേ ടീച്ചർമാർ കോളേജ് ലെക്ചർമാർ അങ്ങനെ കൂടുതൽ. പക്ഷേ എനിക്ക് അങ്ങനെ കേട്ടോ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ആരും ബോറടിപ്പിക്കണില്ല. അപ്പോൾ ഞാൻ ഇന്ന് പോയ കല്യാണത്തിൽ ചെറിയ ചെറിയ ഭാഗം ഞങ്ങളൊന്നും ഇല്ല. പക്ഷെ എന്നാലും ഞാൻ ആസ്വദിച്ചത് നിങ്ങളും ആസ്വദിക്കണ്ടേ. നിങ്ങൾക്ക് ശബ്ദം ഭയങ്കര ഇറിറ്റേഷൻ ആവുമെന്ന് അറിയില്ല. എന്നാലും നമുക്ക് പാട്ടല്ല ആസ്വദിക്കാം അല്ലേ? അപ്പോൾ കോപ്പിറൈറ്റ് ഒന്നും ഇല്ലെങ്കിൽ ഞാൻ അത് ഇടാം കേട്ടോ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് പോയാലോ കേട്ടാ. ബൈ. നല്ല ഭംഗി.